നമ്മുടെ ശരിക്കും പറഞ്ഞ മനുഷ്യരുടെ ഇടയിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് റിലേഷൻസ് ആണ്. അപ്പോൾ നയനയുടെ കാര്യത്തിൽ റിലേഷൻസ് ഒക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്ത് പോയത്? ഇപ്പം നമുക്ക് ഏറ്റവും നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാർ നമ്മളോട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. അവരിപ്പോൾ നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എവിടെയാണെന്ന് പറയണം, അങ്ങനെ ഒരു നിർബന്ധമുള്ള കാര്യമല്ലല്ലോ. നമ്മൾ ഇപ്പം ചിലപ്പം ഇപ്പോൾ ഒരാളോട് നല്ല കമ്പനി ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ നാൾക്ക് ശേഷമായിരിക്കും മേ ബി അവരെ കാണുന്നുണ്ടാവുക. അതിൻ്റെ ഇടയ്ക്ക് അവരെ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാറോ അല്ലെങ്കിൽ നീ എവിടെയാണ്, നീ എന്നെ വിളിച്ചില്ലല്ലോ, അങ്ങനെ ഒരു കംപ്ലയിൻറ്റ്സ് പറയാനോ ഞാൻ പോകാറില്ല. അപ്പം പിന്നീട് നമ്മളവരെ കാണുന്ന സമയത്ത് എന്താണോ ആ സമയത്ത് ഉണ്ടായിരുന്ന നമ്മൾ ആ ഒരുമിച്ചുണ്ടായിരുന്ന ഉള്ള സമയത്തുണ്ടായിരുന്ന മൊമെന്റ്സ് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും നെക്സ്റ്റ്. പിന്നീട് ഇപ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് ഒരു ബോണ്ടിങ് അത് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അല്ലാതെ ഇപ്പോൾ കാഷ്വലായിട്ട് കാണുന്ന ആ ഒരു ആൾക്കാരോടൊന്നും ഞാൻ അങ്ങനെ ഒരു കമ്പനി വെക്കാറില്ല. വളരെ ചെറിയൊരു സർക്കിളാണ് എൻ്റെ. അവരോടൊക്കെ എന്നും അപ്ഡേറ്റഡ് അല്ല എന്നുണ്ടെങ്കിലും ഒരുമാതിരി ഞാൻ നല്ല രീതിയിൽ കണക്റ്റഡ് ആയിട്ടിരിക്കാറുണ്ട്. അപ്പം എന്താ പറയുക, കാണുന്ന ഒരു സമയം ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. നമ്മൾ ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ആളോട് ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ടൈം കൊടുക്കുക. ആ ഒരു ടൈമിന് നമ്മളൊരു വാല്യൂ കൊടുക്കുക. അവർ നമുക്ക് തരുന്ന ഒരു സമയത്തിനാണെന്നുണ്ടെങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കുന്ന, ഞാൻ അവർക്ക് ടൈം കൊടുക്കുന്നുണ്ട്, നമ്മളത് അവരെനിക്ക് ആ വാല്യൂ തരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിൽ കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ല. അവിടെ അത് ബ്രേക്ക് ചെയ്യുക. ദെൻ എങ്ങനെയാണോ ആ ഒരു റിലേഷൻ മാനേജ് ചെയ്യാൻ പറ്റുന്നത് അതേപോലെ മാനേജ് ചെയ്ത് പോവുക. അല്ലാതെ അയ്യോ അത് പോയല്ലോ, അവരെന്നോട് മിണ്ടിയില്ല, അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് എന്താ പറയുക, കുറച്ച് സർക്കിളാണെങ്കിലും ഉള്ള സമയത്ത് അവരുടെ അപ്ഡേറ്റഡ് ആണ്, നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട്.